ഇറാനും അമേരിക്ക ഇസ്രായേൽ സഖ്യവും തമ്മിൽ മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന കടുത്ത സൈനിക രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ലോകശ്രദ്ധ ആകർഷിക്കുന്ന ഒരു അപൂർവ പ്രദർശനത്തിന് ടെഹ്റാൻ വേദിയായിരിക്കുകയാണ്. തങ്ങൾ ശത്രുരാജ്യങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തതോ അല്ലെങ്കിൽ വെടിവെച്ചെടുത്തതോ ആയ സൈനിക സാങ്കേതിക വിദ്യകളുടെ അവശിഷ്ടങ്ങൾ പരസ്യമായി പ്രദർശിപ്പിച്ചുകൊണ്ട് ഇറാൻ നടത്തിയ ശക്തിപ്രകടനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമാറിക്കഴിഞ്ഞു. ബാറ്റിൽ ഫീൽഡ് ഓഫ് സ്പോയിൽസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ വിപുലമായ പ്രദർശനം IRGCയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. മേഖലയിലെ പ്രബലമായ വിദേശ ശക്തികളെ തങ്ങൾക്ക് സങ്കീർണമായ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചെറുക്കാൻ സാധിക്കും എന്ന് വ്യക്തമാക്കുകയാണ് ഈ പ്രദർശനത്തിലൂടെ ഇറാൻ ഉദ്ദേശിക്കുന്നത്. പതിറ്റാണ്ടുകളായി തങ്ങൾക്കെതിരെ ഉപരോധങ്ങളും സൈനിക ഭീഷണികളും ഉയർത്തുന്ന ശക്തികളുടെ അത്യാധുനിക ആയുധങ്ങളുടെ അവശിഷ്ടങ്ങൾ സാധാരണക്കാർക്കും മാധ്യമങ്ങൾക്കും മുന്നിൽ അവതരിപ്പിക്കുക വഴി കടുത്തൊരു സന്ദേശമാണ് ഇറാനിയൻ ഭരണകൂടം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ശത്രുക്കളുടെ സൈനിക മികവിനെതിരെയുള്ള ഇറാന്റെ പ്രതിരോധ ശക്തിയുടെ തെളിവായിട്ടാണ് ഭരണകൂടം ഇതിനെ വിശേഷിപ്പിച്ചത്. ഈ അപൂർവ പ്രദർശനത്തിലെ ഏറ്റവും വലിയ ആകർഷണം അമേരിക്കൻ വ്യോമസേനയുടെ അത്യാധുനിക യുദ്ധവിമാനമായ F-15E സ്ട്രൈക്ക് ഈഗിളിൻ്റേതെന്ന് അവകാശപ്പെടുന്ന അവശിഷ്ടങ്ങളാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും അത്യാധുനികവും ആക്രമണകാരിയുമായ യുദ്ധവിമാനങ്ങളിലൊന്നായ F-15E സ്ട്രൈക്ക് ഈഗിൾ വെടിവെച്ചിട്ടെന്ന അവകാശവാദം സൈനിക നിരീക്ഷകർക്കിടയിൽ വൻ പ്രാധാന്യത്തോടെയാണ് ചർച്ച ചെയ്യപ്പെട്ടത്. അമേരിക്കൻ വ്യോമസേനയുടെ ആധിപത്യത്തിൻ്റെ പ്രതീകമായ ഇത്തരം ഒരു വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ പ്രദർശനത്തിൽ ഇടം പിടിച്ചത് ശത്രുക്കളുടെ ആത്മവീര്യത്തെ ചൊല്ലി ചോദ്യങ്ങൾ ഉയർത്താൻ ഇറാനെ സഹായിച്ചു കഴിഞ്ഞു. F-15 ഈ വിമാനത്തിൻ്റേതെന്ന് കരുതുന്ന പൈലറ്റിൻ്റെ ഇജക്ഷൻ സീറ്റ് പ്രദർശിപ്പിച്ചതിൻ്റെ പ്രധാന കേന്ദ്ര ബിന്ദുക്കളിലൊന്ന് അടിയന്തര ഘട്ടങ്ങളിൽ പൈലറ്റിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഈ സാങ്കേതിക സംവിധാനം പൂർണ്ണമായോ ഭാഗികമായോ തകർന്ന നിലയിൽ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്നത് വ്യക്തമാണ്. ഇതിനോടൊപ്പം തന്നെ വിമാനത്തിൻ്റെ കോക്പിറ്റ് കാനോപ്പിയുടെ പ്രധാന ഭാഗങ്ങളും സന്ദർശകർക്ക് കാണാവുന്ന രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കോക്പിറ്റിൻ്റെ കവചം തകർന്ന നിലയിൽ കാണപ്പെടുന്നത് വിമാനം കടുത്ത ആക്രമണത്തിന് ഇരയായതായി സൂചിപ്പിക്കുന്നതിൻ്റെ തെളിവാണ്. കൂടാതെ വിമാനത്തിൻ്റെ വാൽഭാഗത്തിൻ്റെ നിർണായക ഭാഗങ്ങളും പ്രദർശനവേദിയിൽ നിരത്തിയിട്ടുണ്ട്. വിമാനത്തിൻ്റെ വ്യക്തത തിരിച്ചറിയാൻ അടയാളങ്ങളും നിർമ്മാണ വിവരങ്ങളും അടങ്ങിയ ഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. ശത്രുക്കളുടെ പക്കലുള്ള സാങ്കേതികവിദ്യയുടെ ഘടനയും അവയിലെ പോരായ്മകളും മനസ്സിലാക്കാൻ ഇത്തരത്തിൽ ലഭിച്ച അവശിഷ്ടങ്ങൾ തങ്ങളെ സഹായിച്ചതായി സംഘാടകർ അവകാശപ്പെട്ടിട്ടുണ്ട്. പരമ്പരാഗത യുദ്ധരീതികളിൽ നിന്നും മാറി അത്യാധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇറാൻ കൈവരിച്ച ശേഷിയാണ് ഇത് വ്യക്തമാക്കുന്നതെന്ന് IRGC വക്താക്കളുടെ അഭിപ്രായത്തിലുണ്ട്. യുദ്ധവിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾക്ക് പുറമെ അമേരിക്കയുടെ ഏറ്റവും പ്രശസ്തമായ MQ-9 റീപ്പർ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങളും ഈ പ്രദർശനത്തിൽ കാണാൻ സാധിക്കും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൃത്യമായ ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്താൻ അമേരിക്ക വ്യാപകമായി ഉപയോഗിക്കുന്ന അത്യാധുനിക ആളില്ലാ വിമാനമാണ് MQ-9 റീപ്പർ ഡ്രോണുകൾ. ഇവയുടെ സെൻസറുകൾ, ക്യാമറ സംവിധാനങ്ങൾ, തകർന്ന ചില്ലുകൾ എന്നിവ ഇറാൻ പ്രതിരോധ സേന എങ്ങനെ തകർത്തു എന്നതിൻ്റെ തെളിവായി ഇവിടെ നിരത്തിക്കഴിഞ്ഞു. ഇസ്രായേലിൻ്റെ പ്രധാന നിരീക്ഷണ ഡ്രോണായ ഹെർമസ് 900 ആളില്ലാ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളും പ്രദർശനത്തിൽ പ്രധാന ഇടം നേടിയിട്ടുണ്ട്. ഇസ്രായേൽ പ്രതിരോധ സേന ഇൻ്റലിജൻസ് ശേഖരണത്തിനും നിരീക്ഷണങ്ങൾക്കുമായി പ്രധാനമായും ആശ്രയിക്കുന്ന തന്ത്രപരമായ ഡ്രോണാണിത്. ഇത്തരമൊരു ഉന്നത നിലവാരമുള്ള ഇസ്രായേലി ഡ്രോൺ വെടിവെച്ചിടാൻ കഴിഞ്ഞത് തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെയും റഡാറുകളുടെയും കൃത്യതയും മികവുമാണ് കാണിക്കുന്നതെന്ന് ഇറാൻ അവകാശപ്പെട്ടു കഴിഞ്ഞു. IRGC സംഘടിപ്പിച്ച ഈ പ്രദർശനം വെറുമൊരു സൈനിക അവശിഷ്ടങ്ങളുടെ ശേഖരം മാത്രമല്ല, മറിച്ച് വ്യക്തമായ രാഷ്ട്രീയവും തന്ത്രപരവുമായ ലക്ഷ്യങ്ങൾ ഉള്ള ഒന്നുകൂടിയാണ്. തങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ ലംഘിക്കുന്ന ഏത് അത്യാധുനിക ആയുധങ്ങളെയും തകർക്കാൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന് സ്വന്തം ജനങ്ങൾക്ക് ഉറപ്പു നൽകാൻ ഇതിലൂടെ ഇറാനിയൻ ഭരണകൂടത്തിന് സാധിച്ചു എന്നാണ് വിലയിരുത്തൽ. രാജ്യത്തിനുള്ളിലെ ദേശീയത ഉണർത്തുവാനും സൈന്യത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനും ഈ പ്രദർശനം സഹായിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിലും ഈ സംഭവവികാസങ്ങൾ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. സ്വന്തം സാങ്കേതിക വിദ്യകൾ ശത്രുരാജ്യത്തിൻ്റെ കൈകളിൽ അകപ്പെടുന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. തകർന്ന ആയുധങ്ങളിൽ നിന്ന് ഇലക്ട്രോണിക്സ് സെൻസറുകൾ, നിർമ്മാണ സാങ്കേതികവിദ്യ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇറാനും അവരുടെ സഖ്യകക്ഷികളും ചോർത്തിയെടുക്കാൻ സാധിക്കുമെന്ന ആശങ്ക പാശ്ചാത്യ സൈനിക വിദഗ്ധർ പങ്കുവച്ചു കഴിഞ്ഞു. അമേരിക്കയും ഇസ്രായേലും ഈ അവകാശവാദങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. പ്രദർശിപ്പിച്ചിരിക്കുന്ന ചില അവശിഷ്ടങ്ങൾ മുൻകാലങ്ങളിൽ നടന്ന സംഭവങ്ങളിൽ നിന്നുള്ളതാണോ അതോ അടുത്തിടെ നടന്ന ഏറ്റുമുട്ടലുകളിൽ നിന്നുള്ളതാണോ എന്ന കാര്യത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളും സൈനിക നിരീക്ഷകരും സസൂക്ഷ്മമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. സൈനിക നഷ്ടങ്ങൾ പൂർണ്ണമായി സമ്മതിക്കാൻ ശത്രുരാജ്യങ്ങൾ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇറാൻ ഇത്തരമൊരു പരസ്യ പ്രദർശനത്തിലൂടെ ഒരു വിവരയുദ്ധത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. മധ്യപൂർവേഷ്യയിൽ നിലനിൽക്കുന്ന സങ്കീർണമായ ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നതാണ് ഇറാൻ്റെ ഈ നീക്കം.
തങ്ങളുടെ സൈനിക ശേഷിയെ ലളിതമായി കാണുന്നത് എന്ന മുന്നറിയിപ്പാണ് ഇറാൻ ഇതിലൂടെ നൽകുന്നത്. ആകാശമാർഗമുള്ള ആക്രമണങ്ങളെ ചെറുക്കാൻ തങ്ങളുടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിക്കുമെന്നും അവർ സമർത്ഥിച്ചു കഴിഞ്ഞു. ഡ്രോൺ സാങ്കേതികവിദ്യയിലും മിസൈൽ പ്രതിരോധത്തിലും ഇറാൻ കൈവരിച്ച പുരോഗതിയുടെ തെളിവ് കൂടിയാണ് ഈ പ്രദർശനം. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോഴും ഇത്രയും സങ്കീർണമായ ശത്രു വിമാനങ്ങളെ കണ്ടെത്തി തകർക്കാൻ സാധിച്ചു എന്നത് ഇറാൻ്റെ സൈനിക സാങ്കേതിക വിദ്യയുടെ വികാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ പ്രദർശനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ബാറ്റിൽ ഫീൽഡ് ഓഫ് സ്പോയിൽസ് എന്ന പേര് തന്നെ ചരിത്രപരവും മനഃശാസ്ത്രപരവുമായ പ്രാധാന്യമുള്ളതാണ്. യുദ്ധത്തിൽ ശത്രുവിൽ നിന്ന് നേടിയെടുക്കുന്ന വസ്തുക്കൾ പ്രദർശിപ്പിക്കുന്ന പുരാതന യുദ്ധരീതിയുടെ ആധുനിക രൂപമാണിത്. ശത്രുവിൻ്റെ അഭിമാന ചിഹ്നങ്ങളെ പരസ്യമായി തരം താഴ്ത്തി കാണിക്കുക വഴി സ്വന്തം സൈന്യത്തിൻ്റെ ആത്മവിശ്വാസം ഉയർത്താൻ ഇത് സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നവമാധ്യമ പ്രതിനിധികളും സൈനിക വിശകലന വിദഗ്ധരും ഈ പ്രദർശനം കാണാൻ ടെഹ്റാനിൽ എത്തിയിട്ടുണ്ടെന്നാണ് വിവരം. ഓരോ ഉപകരണത്തിൻ്റെയും ശേഷി, അവ എങ്ങനെയാണ് വെടിവെച്ചിടുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുന്ന വിവര ബോർഡുകളും പ്രദർശന നഗരിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. സാങ്കേതികവിദ്യയുടെ യുദ്ധത്തിൽ തങ്ങളും പിന്നിലല്ലെന്ന് തെളിയിക്കാനാണ് ഇറാൻ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.